എത്ര പ്രായമായാലും നമ്മുടെ കയ്യിൽ ഒരു ചുളിവ് പോലും വരില്ല. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ കൈ, നല്ല ഭംഗിയായിട്ടിരിക്കും. ടാനൊക്കെ മാറി നല്ല വെളുത്തിരിക്കും നമ്മുടെ കൈ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഡ്രൈ സ്കിന്നുകാർക്കാണ് പെട്ടെന്ന് റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ട് അവരുടെ ശരീരവും ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ മുഖത്തുള്ള ആ ഒരു ചുളിവുകളൊക്കെ വരാനായിട്ടും കയ്യിലും കാലിലും ചുളിവുകളൊക്കെ വരാനായിട്ടും ഒത്തിരി സാധ്യത കൂടുതലാണ്. എന്നോട് കുറേ പേര് വാട്സപ്പിൽ 30 വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. അവരുടെ ആ ഒരു കൈയൊക്കെ ഭയങ്കരമായിട്ട് ചുളിയുന്നു എന്നൊക്കെ പറഞ്ഞ്. അവരെന്താണ് നല്ല രീതിയിൽ അവരുടെ ആ കൈകളും മുഖവും ഒക്കെ നല്ല രീതിയിൽ സ്കിന്ന് അവരുടെ പ്രധാനമായിട്ട് സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ അവർക്ക് ഈ നല്ല രീതിയിലുള്ള ഒരു ചുളിവുകളൊക്കെ മാറിക്കിട്ടുള്ളൂ. കൈയും കാലുകളും മുഖവും ഒക്കെ മനോഹരമായിട്ടിരിക്കത്തുള്ളൂ. നല്ല രീതിയിൽ കൈ ഇടയ്ക്ക് വാഷ് ചെയ്യുക, നല്ലൊരു മസാജ് കൊടുക്കുക, സ്ക്രബ് ചെയ്യുക. ഇങ്ങനെ ഡെഡ് സ്കിന്നൊക്കെ പതുക്കെ കളഞ്ഞ് നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അവരുടെ ആ ഒരു സ്കിന്ന് ഡ്രൈനെസ് മാറി നല്ലൊരു മോയ്സ്ചറായിട്ട് നിലനിർത്താൻ പറ്റത്തുള്ളൂ. എപ്പോഴും അവരുടെ കയ്യിലൊരു മോയ്സ്ചറായിരിക്കണം, ഡ്രൈനെസ് ആവരുത്. എപ്പോഴും എന്തെങ്കിലും ഓയിൽ ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്തു പോകാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, അല്ലെ വേറെ ആരും നമ്മുടെ കൂടെ വരത്തില്ല. നമ്മളാണ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്തു പോകുന്നത്. ഏതൊരു പ്രായത്തിലും കൈകളും കാലുകളും ശരീരവും ഒക്കെ മനോഹരമായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കെയറിങ്ങും കാര്യങ്ങളും ചെയ്തു പോയാൽ മാത്രമേ ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകൾ ചുളിവുകളൊന്നുമില്ലാതെ മനോഹരമാക്കി എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തേക്കുന്നത് തേൻ, ഹണി, നമ്മുടെ തേൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർ മസ്റ്റായിട്ടും ഈ ഒരു കാര്യം ചെയ്തു പോവുകയാണെങ്കിൽ അവരുടെ ആ ഒരു കയ്യിലെ ചുളിവ് പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്, അല്ലാതെ 1-2 ദിവസം ചെയ്തിട്ട് നിർത്തിക്കളയരുത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ എന്താ പറയുക ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. ഗ്ലിസറിൻ നമ്മുടെ ചർമ്മത്തിൻ്റെ ചുളിവുകൾ അകറ്റി മനോഹരമാക്കാൻ, നല്ലൊരു ഗ്ലേസിങ്ങും ഗ്ലോ ഒക്കെ കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. ഈ ഒരു മെത്തേഡ് നമുക്ക് ഫേസിലും ചെയ്യാം, ഒരു കുഴപ്പവുമില്ല കേട്ടോ. കയ്യിലുമായിട്ട് പ്രത്യേകിച്ച് കാണിക്കുന്നതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഹണി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക്, പിന്നെ നാരങ്ങയുടെ പകുതിയും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. നമുക്ക് എപ്പോഴും പുറത്തോട്ട് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. തേനുണ്ട്, പഞ്ചസാരയുണ്ട്, നാരങ്ങയുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഗ്ലിസറിൻ മാത്രമേ ചിലയിടത്ത് കാണാതിരിക്കത്തുള്ളൂ. ഗ്ലിസറിൻ ഇപ്പം നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഡ്രൈ സ്കിന്നുകാർക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത്. ഓയിലി സ്കിന്നുകാർക്ക് ഗ്ലിസറിൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കൈകളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു മിക്സ്, നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് ആ ഒരു കൂട്ട് നമ്മുടെ കയ്യിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചില ആൾക്കാർക്ക് നരമ്പൊക്കെ പൊങ്ങിയിരിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു. ഇവൻ നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുമ്പം നരമ്പ് പൊങ്ങി വരുന്നത് കൂടും മസാജ് ചെയ്യുമ്പോൾ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ താന്നു പൊക്കോളും. അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്ത് ആ ഒരു നരമ്പൊക്കെ താന്നു വന്നു. കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കൈകൾക്ക്. പക്ഷേ ഈ ഒരു മസാജ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നരമ്പ് പിടച്ച് പൊങ്ങി വരും. പക്ഷെ നമുക്കത് കാര്യമാക്കണ്ട. നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്യുന്നത് മൂലം നമ്മുടെ എന്താണ് ആ ഒരു തള്ളവിരൽ വെച്ച് നല്ല രീതിയിൽ മസാജ് കൊടുക്കണം നരമ്പ് പൊങ്ങിയ ഭാഗത്ത്. അപ്പം നമ്മുടെ ഈ ഒരു നരമ്പ് പൊങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നം പതുക്കെ നല്ല രീതിയിലൊക്കെ ഉള്ള ആൾക്കാർ അടുപ്പിച്ച് മസാജ് കൊടുക്കുക. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകുന്നത്. നമ്മുടെ കയ്യിലൊക്കെ നരമ്പ് ഇങ്ങനെ പിടച്ച് പൊങ്ങി നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമ്മുടെ കൈകളുടെ ഭംഗി പോകും. ചിലർക്ക് വെളുത്ത കൈകളായിരിക്കും, പക്ഷേ കറുത്ത നരമ്പുകളായിരിക്കും പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബോറിങ് തോന്നും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ഫേസിൽ ചെയ്യാം, നമ്മുടെ കയ്യിലും ഒക്കെ ചെയ്യാം കേട്ടോ. കൈ ഫുള്ള് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. നമുക്ക് ആ ചെയ്യുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറിയിട്ട് നമ്മുടെ ആ സ്കിന്ന് ഷൈനിങ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു മെത്തേഡ് നമ്മൾ ഫേസിൽ ചെയ്യുകയാണെങ്കിൽ ഫേസിൻ്റെ ആ മുഖത്തെ റിങ്കിൾസൊക്കെ കുറയാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ കയ്യിൽ പ്രധാനമായിട്ടും കയ്യിലേ പറയുന്നതുകൊണ്ടാണ് കയ്യിൽ കാണിച്ചു തരുന്നത്. അപ്പം
നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കും. നമ്മുടെ ഫേസിൽ ചെയ്താൽ അത്രയും കൂടെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം നല്ല രീതിയിലുള്ള ഞാൻ കാണിക്കുന്ന പോലുള്ള മസാജ് എല്ലാം നിങ്ങൾ കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ മസാജ് ഇതുപോലെ കൊടുക്കണം മസ്റ്റായിട്ടും. എന്നാൽ മാത്രമേ ഈ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈകളൊക്കെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിരിക്കും. റിങ്കിൾസ് പെട്ടെന്ന് കുറയാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ഒരു ടിപ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഓരോ വിരലും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് വലിച്ചു വിടുക. നമ്മുടെ കൈ വിരലിലൊക്കെ ചുളിവുകൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു മസാജ് കൊടുക്കുക. നമ്മുടെ ഫേസിൽ നമുക്ക് റിങ്കിൾസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മസാജ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൈകളിലും കാലുകളിലുമൊക്കെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം മസാജ് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇനി നമ്മൾ കൈവിരലുകൾ ഓരോന്നും മസാജ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പതുക്കെ വലിച്ചു വിടുക. ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാം കേട്ടോ, ഇന്ന പ്രായമൊന്നുമില്ല. അതായത് കുഞ്ഞു കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞാൽ നമുക്കൊരു 10-22 വയസ്സ് മുതൽ ആർക്ക് വേണം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ചുളിവുകളോ ഇങ്ങനത്തെ ഒരു എന്താ പറയുക കരിവാളിപ്പോ ഡിസ്കളറേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു 2-3 ദിവസം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറി കൈ നല്ലതായിട്ട് ബ്രൈറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഷുഗർ നല്ലൊരു സ്ക്രബാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് മാറ്റാൻ സഹായിക്കുന്നു. നമ്മുടെ ആ ഒരു ഹണിയൊക്കെയാണ് നമ്മുടെ റിങ്കിൾസ് നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഗ്ലിസറിനും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് തിളക്കം കൂട്ടാൻ സഹായിക്കുന്നു. റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്നു. അതുപോലെ നാരങ്ങാനീര് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കൈകളിലെയും കാലുകളിലെയും മുഖത്തെയും ഒക്കെ ചുളിവ് മാറാനായിട്ട് നമ്മുടെ നാരങ്ങാനീര് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പം നല്ലൊരു പായ്ക്കാണ് നമ്മുടെ കയ്യിൽ ഇട്ട് മസാജ് ചെയ്ത് കഴിയുമ്പം. ഈ മസാജ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കൂടുന്നത്. നമുക്ക് ഈ മസാജ് ഇങ്ങനെ ചെയ്യുമ്പം തന്നെ നമ്മുടെ ഈ കയ്യിലെ വെള്ളയുണ്ടല്ലോ, നമ്മൾ മറ്റേ കൈ കൊണ്ടല്ല ചെയ്യുന്നത്, അവിടെ ഭയങ്കരമായിട്ട് ഇത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല ആ ഒരു പരിവരിപ്പൊക്കെ ഉള്ള കൈകളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കൈ വെള്ളകളിൽ തേച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ ആ പരിവരിപ്പൊക്കെ മാറി കൈ നല്ല മിനുസമായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത്രയ്ക്കും നല്ല റിസൾട്ടാണ് ഈ ഒരു കൂട്ടിന് കേട്ടോ. അപ്പോൾ നമ്മളിനി കൈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഞാൻ കാണിക്കുന്ന മസാജ് നിങ്ങൾ അതുപോലെ ചെയ്യുക. കൈ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മേളിലോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഫുള്ള് കയ്യിലും ചെയ്യാം കേട്ടോ. ഫുള്ള് കയ്യിലും നമുക്ക് ഇതുപോലെ ചെയ്യാം. ചിലവരുടെ ഈ കൈ മുട്ടുകളിലൊക്കെ കറുപ്പൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇത് ഇങ്ങനെ കൈമുട്ടിൽ തേച്ചിട്ട് നന്നായിട്ട് വട്ടത്തിൽ മസാജ് ചെയ്യുക. ഒരു 1 മിനിറ്റെങ്കിലും മസാജ് ചെയ്യുക കേട്ടോ. ഇനി ഇതുപോലെ തന്നെ കൈ വട്ടത്തിൽ നമ്മുടെ കൈ ചുരുട്ടി പിടിച്ചതിന് ശേഷം കയ്യിൽ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഇങ്ങനെ ഓരോ രീതിയിലും മസാജ് കൊടുക്കുമ്പം നമ്മുടെ ആ കയ്യിലുള്ള ആ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരികയാണ്. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർ നല്ലതായിട്ട് അവരുടെ കൈകളും മുഖവും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകണം. അവരുടെ ആ ഒരു സ്കിൻ എപ്പോഴും മോയ്സ്ചറായിട്ട് വെക്കണം. ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവർക്ക് റിങ്കിൾസ് വലിയ പ്രായമൊന്നും ആകണ്ട, ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴേ അവരുടെ മുഖത്തൊക്കെ റിങ്കിൾസ് വരാൻ തുടങ്ങും. കൈയും കാലുകളും ഒക്കെ ചുളുങ്ങാൻ തുടങ്ങും. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ടിപ്സും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് മാറി ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ആ കൈകളൊക്കെ വളരെ മനോഹരമായിരിക്കും. ആ സ്കിന്ന് തന്നെ വളരെ മനോഹരമായിരിക്കും. ഇത് നമുക്ക് ഫുൾ ബോഡിയിലും ചെയ്യാം. ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഫുൾ ബോഡിയിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറി നമ്മുടെ ആ ഒരു നല്ലൊരു ഗ്ലോ ആയിരിക്കും നമ്മുടെ ആ ഒരു എന്താ പറയുക ബോഡിക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ കഴുത്തിലെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ, കഴുത്തിലെ ചിലർക്ക് മാലയിട്ട് കറുപ്പൊക്കെ ഉണ്ടാകും, ചിലർക്ക് കഴുത്തിൽ വണ്ണക്കൂടലുണ്ടാകുമ്പം കറുപ്പുണ്ടാകും. അങ്ങനെയുള്ളവർക്കൊക്കെ കഴുത്തിലെ ചുളിവുകൾ മാറ്റാൻ നല്ലതാണ്. അപ്പോൾ കഴുത്തിലും ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ രീതിയിൽ ഞാൻ കഴുത്തിലെ മസാജൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലൊക്കെ മസാജ് ചെയ്ത് കഴുത്തിൻ്റെ 2 സൈഡിലും കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മസാജ് ചെയ്ത് മാറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഒറ്റ സ്പോട്ടിൽ തന്നെ നമ്മൾ ചെയ്താൽ അത് കഴിയുമ്പം തന്നെ നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് കാണുന്നത്. നമ്മുടെ കൈ ഇതുപോലെ അടുത്തത് നമ്മുടെ കൈ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഈ മസാജൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സഹായിക്കുന്നു. നമ്മൾ ഏതൊരു ഭാഗത്തും മസാജ് ചെയ്യുമ്പം രക്തയോട്ടം ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ഭാഗം നല്ല തിളക്കത്തോടുകൂടിയും സോഫ്റ്റ് ആയിട്ടുമൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ കയ്യിലും കാലിലുമൊക്കെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല, അത് മസാജ് ചെയ്യാറില്ല. അപ്പോൾ കൈ മൊത്തമാണല്ലോ ഒക്കെ മസാജ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലെയും കാലിലെയും ഒക്കെ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നു. എപ്പോഴും നമ്മുടെ കൈ നമ്മൾ വിചാരിക്കും നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ കൈ അനങ്ങുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും കൈ കൊണ്ട് ഒരു ഫുൾ ബോഡി മസാജ് കൊടുക്കുന്നത് തന്നെ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കയ്യിലും ഷോൾഡർ മുതൽ മസാജൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ പെയിൻ കുറഞ്ഞു കിട്ടും.
ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തില്ലെങ്കിലും മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ബോഡിയിൽ നല്ല രീതിയിൽ ഇതുപോലൊരു സ്ക്രബിങ്ങും ഒരു എണ്ണ തേച്ചുള്ള കുളിയും നമുക്ക് നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് നല്ല ഷൈനിങ് ആയിട്ടിരിക്കാനും റിങ്കിൾസൊക്കെ ശരീരത്തിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. അതുമൂലം നമുക്ക് എത്ര വയസ്സായാലും നമ്മുടെ സ്കിന്ന് നല്ല മനോഹരമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കയ്യിൽ മസാജ് എല്ലാം കൊടുത്തു. ഇനി നമ്മുടെ കൈ ഒന്ന് വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് തന്നെ നല്ലതായിട്ട് മസാജ് കൊടുത്തിരുന്നു. നിങ്ങളും അതുപോലെ തന്നെ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലെ നരമ്പൊക്കെ താന്നിരുന്ന നരമ്പൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് കുറച്ച് കഴിയുമ്പം അത് നന്നായിട്ട് മാറിക്കിട്ടും. ഇങ്ങനെ ചെയ്യുന്നത് മൂലം കയ്യിലെ നരമ്പ് പൊങ്ങിയത് പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളിത് 1-2 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ. ആദ്യത്തെ തവണ തന്നെ നിങ്ങളുടെ കൈ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടും ഡ്രൈ സ്കിന്നവർക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈനെസ് മാറുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇപ്പോൾ തൊട്ട് നോക്കുമ്പം തന്നെ 2 കൈയിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെയ്ത കയ്യിൽ നല്ല സോഫ്റ്റാണ്, മിനിമിനാന്ന് നമ്മുടെ കൈ ഇരിക്കും അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പൊന്നും ഇട്ട് കഴുകരുത്. നമ്മൾ ഇതുപോലെ നന്നായിട്ട് കൈ വാഷ് ചെയ്തിട്ട്, ആദ്യമേ നമ്മളൊന്ന് നല്ലപോലെ സോപ്പൊക്കെ ഇട്ട് കൈ വാഷ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് ചെയ്ത് കഴിഞ്ഞിട്ട് സോപ്പിട്ട് വാഷ് ചെയ്യരുത്, അതിൻ്റെ ബലമെല്ലാം പോകും. നല്ല രീതിയിൽ കൈ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കൈകളിൽ നല്ലൊരു ബ്രൈറ്റ്നെസ്, മറ്റേ കൈയിനെക്കാട്ടി നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ നരമ്പ് പൊങ്ങിയിരിക്കുന്ന കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കിട്ടും. നരമ്പ് പൊങ്ങിച്ചാൽ ഇത് ചെയ്യുന്നത് മൂലം പതുക്കെ മാറിക്കിട്ടും. കാരണം നമ്മൾ തള്ളവിരൽ വെച്ചിട്ട് ആ നരമ്പ് പൊങ്ങിയെടുത്ത് നല്ല രീതിയിൽ മസാജ് കൊടുക്കുമ്പോൾ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ആ ഒരുമാതിരി ഒരു ചത്ത പോലെ ഇരിക്കുന്ന നരമ്പൊക്കെ നല്ലതായിട്ട് ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടായിട്ട് നരമ്പ് പൊങ്ങിച്ച് പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല രീതിയിലും നമ്മുടെ കൈകളിലും കാലുകളിലും മുഖത്തും ശരീരത്തും ഒക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് നല്ലൊരു സ്കിന്നായിരിക്കും കിട്ടുന്നത്. ആരും ഇതിനൊന്നും മെനക്കെടാറില്ല. ഇതിനൊരു കുറച്ചൊരു സമയം, നമുക്ക് എപ്പോഴും ജോലിയിൽ നിന്ന് മാറി കുറച്ചൊരു സമയം കണ്ടെത്തുക. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ.